ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന പാഠഭാഗത്തിൽ നിന്നും ഈ ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കൺസിഡർ ദ സീക്വൻസ് ഓഫ് ഓൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 7. 7ന്റെ ഗുണിതങ്ങളായ എല്ലാ മൂന്നക്ക സംഖ്യകളുടെയും ശ്രേണിയിലെ ഫൈൻഡ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേംസ് ഓഫ് ദി സീക്വൻസ്. ആദ്യ പദവും അവസാന പദവും കണ്ടുപിടിക്കുക. ഹൗ മെനി ടേംസ് ആർ ദർ ഇൻ ദിസ് സീക്വൻസ്? ആകെ എത്ര പദങ്ങളുണ്ട്? ഫൈൻഡ് ദ സം ഓഫ് ഓൾ ടേംസ് ഓഫ് ദി സീക്വൻസ്. എല്ലാ പദങ്ങളുടെയും തുക കണ്ടുപിടിക്കുക. ഓക്കെ, ആദ്യം തന്നെ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കൺസിഡർ ദ സീക്വൻസ് ഓഫ് ഓൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 7. 7ന്റെ ഗുണിതങ്ങളായ എല്ലാ മൂന്നക്ക സംഖ്യകളുടെയും ശ്രേണി കൺസിഡർ ചെയ്യാനാണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് ആ ഒരു സീക്വൻസ് ആണ്. നമുക്കറിയാം 3 ഡിജിറ്റ് നമ്പേഴ്സ് അഥവാ മൂന്നക്ക സംഖ്യകൾ എന്ന് പറയുന്നത് എന്താണ്? 100, 101, 102, 103, 104, ഓക്കെ എക്സെട്ര ഇങ്ങനെ പോയി 999 999 വരെയാണ് മൂന്നക്ക സംഖ്യകൾ അഥവാ 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 3 ഡിജിറ്റ് നമ്പേഴ്സ് അഥവാ മൂന്നക്ക സംഖ്യകളുടെ ശ്രേണി. ഇതാണ്. ഇതിലെ 7ന്റെ മൾട്ടിപ്പിൾസ് ആയ നമ്പേഴ്സിന്റെ മാത്രമായിട്ടുള്ള സീക്വൻസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 7ന്റെ മൾട്ടിപ്പിൾ അഥവാ 7ന്റെ ഗുണിതം എന്ന് പറയുന്നത് എന്താണ്? ഒരു നമ്പർ 7ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 7ന്റെ ഗുണിതം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അഥവാ ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് അറിയുന്ന 7ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയില്ലേ? അത് തന്നെ, അതായത് 1 × 7 7, 2 × 7 14, 3 × 7 21, 4 × 7 28, 5 × 7 35. ഇങ്ങനെ പോകുന്ന 7, 14, 21, 28, 35 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ 7ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 7ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത്. ഈ നമ്പേഴ്സിനെ എല്ലാം 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ അഥവാ ശിഷ്ടം 0 ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 100 മുതൽ 999 വരെയുള്ള നമ്പേഴ്സിൽ 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 0 റിമൈൻഡർ അഥവാ ശിഷ്ടം കിട്ടുന്ന നമ്പേഴ്സുകൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതിന്റെ ഒരു ശ്രേണി എഴുതുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. ഓക്കെ, ആ ശ്രേണി അഥവാ ആ ഒരു സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ ഈ 3 ചോദ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ആ സീക്വൻസ് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് 100നെ 101, 102 അങ്ങനെ 999 വരെയുള്ള നമ്പേഴ്സിനെ ഓരോ നമ്പേഴ്സ് എടുത്ത് 7 കൊണ്ട് ഹരിച്ച് റിമൈൻഡർ അഥവാ ശിഷ്ടം കണ്ടുപിടിക്കുക എന്നത് ഒരു വളരെ വലിയൊരു ടാസ്ക് ആണ്. ഓക്കെ, സോ നമ്മളൊരു ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ 7ന്റെ മൾട്ടിപ്പിൾസ് അഥവാ 7ന്റെ ഗുണിതങ്ങളെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്പർ ആദ്യത്തെ 3 ഡിജിറ്റ് നമ്പർ ഏതാ? 100 അല്ലേ? 100നെ 7 കൊണ്ട് ഹരിച്ചു നോക്കുന്നു. എന്നിട്ട് റിമൈൻഡർ കണ്ടുപിടിക്കണം. 1ൽ 7 ഉണ്ടോ? ഇല്ല. 10ൽ എത്ര 7 ഉണ്ട്? 1. 1 ഗുണിക്കണം 7 7. 10ൽ നിന്നും 7 പോയാൽ 3. 0 ഇറക്കി എഴുതി. 30ൽ എത്ര 7 ഉണ്ട്? 4. 4 ഗുണിക്കണം 7 എത്രയാ? 28. 30ൽ നിന്നും 28 പോയാൽ ബാക്കി എത്രയാണ്? 2. അതായത് 100നെ 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയാണ് കിട്ടിയത്? 2 ആണ് കിട്ടിയത്. ഹരണം അറിയാത്തവർക്കായിട്ട് ഹരണം എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാം എന്നതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം? കണ്ടു നോക്കാം. സോ നമുക്ക് എന്ത് കിട്ടി? 100നെ 7 കൊണ്ട് ഹരിച്ച സമയത്ത് റിമൈൻഡർ അഥവാ ശിഷ്ടം 2 എന്ന് കിട്ടി. അത് നമുക്ക് അവിടെ 100ന്റെ മുകളിലായിട്ട് എഴുതാം. ഓക്കെ, ഇനി ബാക്കിയുള്ള ശിഷ്ടങ്ങൾ നമുക്ക് ഈ ഒരു 2 ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? അതായത് 2 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഏതാണ്? 3 അല്ലേ? അപ്പൊ 101നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം 3 ആണ്. ഇനി 3 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഏതാ? 4. അതായത് 102നെ 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം 4. ഇനി 4 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 5. അതായത് 103നെ 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം 5. നെക്സ്റ്റ് നമ്പറോ 6. ഓക്കെ, 104നെ 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം 104. അടുത്ത നമ്പർ ശിഷ്ടം 6. ഓക്കെ, അടുത്ത നമ്പർ ഏതാ? 105. ഇനി 105നെ 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ശിഷ്ടം എത്രയായിരിക്കും? 6 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഏതാ? 7 അല്ലേ? ഇവിടെ നമുക്ക് 7ന്റെ മൾട്ടിപ്പിൾസ് ആണ് കാണേണ്ടത്. സോ 7 വരുന്ന സ്ഥാനത്ത് നമ്മൾ 0 എന്നിട്ട് കൊടുക്കും. ഓക്കെ, എന്നിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. 106, 107, 108, 109, 110, 111, 111, 112. ഓക്കെ, അപ്പൊ അതായത് 0 കഴിഞ്ഞാൽ നെക്സ്റ്റ് വീണ്ടും 1, 2, 3, 4, 5, 6, 7 വരുന്ന സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കും. ഓക്കെ,
ക്ലിയർ ആയില്ലേ? അതായത് നമ്മൾ ആദ്യത്തെ നമ്പറിനെ 7 കൊണ്ട് ഹരിച്ച് റിമൈൻഡർ കണ്ടുപിടിക്കും. അതിനുശേഷം നമുക്ക് 2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ, അടുത്ത 3, 4, 5, 6, 7 വരുന്ന സ്ഥാനത്ത് നമ്മൾ 0 ഇട്ട് കൊടുക്കും. കാരണം ഇവിടെ നമുക്ക് 7ന്റെ മൾട്ടിപ്പിൾ അഥവാ 7ന്റെ ഗുണിതമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി വീണ്ടും നമ്മൾ 0 ഇട്ട് കൊടുത്താൽ വീണ്ടും 1 മുതൽ തുടങ്ങും. 1, 2, 3, 4, 5, 6 വീണ്ടും നമ്മൾ 0 ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഈ നമ്പേഴ്സിനെ എല്ലാം 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് റിമൈൻഡർ അഥവാ ശിഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്, ഈ ഒരു നമ്പേഴ്സുകളിൽ നിന്നും 7ന്റെ മൾട്ടിപ്പിൾസ് അഥവാ 7ന്റെ ഗുണിതങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 7ന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സംഖ്യയെ 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് റിമൈൻഡർ അഥവാ ശിഷ്ടം 0 കിട്ടുന്ന നമ്പേഴ്സുകളെയാണ് നമ്മൾ 7ന്റെ ഗുണിതങ്ങൾ അഥവാ 7ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് റിമൈൻഡർ 0 കിട്ടുന്ന നമ്പേഴ്സ്? ഒന്നാമത്തെ നമ്പർ 105, ഇനി രണ്ടാമത്തെ നമ്പർ 112. ഓക്കെ, ഇങ്ങനെ 7, അപ്പൊ 1, 2, 3, 4, 5, 6, 7ാമത്തെ നമ്പർ ആയിരിക്കും എന്ത്, 7ന്റെ മൾട്ടിപ്പിൾ. ഓക്കെ, അപ്പൊ 112ന്റെ കൂടെ വീണ്ടും 7 കൂട്ടിയാൽ നമുക്ക് അടുത്ത 7ന്റെ മൾട്ടിപ്പിൾ കിട്ടും. ആ നമ്പറിന്റെ കൂടെ വീണ്ടും 7 കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അടുത്ത 7ന്റെ മൾട്ടിപ്പിൾ കിട്ടും. ഓക്കെ, സോ 7ന്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ, ആദ്യത്തെ 3 അക്ക സംഖ്യയായ 7ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 7ന്റെ ഗുണിതം 105 ആണ്. രണ്ടാമത്തെ നമ്പർ 112. ഇനി 112ന്റെ കൂടെ 7 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നമ്പർ കിട്ടും. അടുത്ത 7ന്റെ മൾട്ടിപ്പിൾ അഥവാ 7ന്റെ ഗുണിതം 119. ഓക്കെ, ഇങ്ങനെ 7 കൂട്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര 7ന്റെ മൾട്ടിപ്പിൾസ് അഥവാ 7ന്റെ ഗുണിതങ്ങൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ 3 നമ്പേഴ്സ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സീക്വൻസിലെ ലാസ്റ്റ് നമ്പർ കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് ലാസ്റ്റ് 7ന്റെ മൾട്ടിപ്പിൾ കൂടി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ലാസ്റ്റത്തെ നമ്പർ 999 ആണ്. അതിന്റെ മുൻപായിട്ട് 998 വരും, 997, 996, 995, 994, 993. ഓക്കെ, ഇങ്ങനെയാണ് ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് നമ്പേഴ്സ് വരുന്നത്. സോ നമ്മൾ 100നെ 7 കൊണ്ട് ഹരിച്ചതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 999നെ 7 കൊണ്ട് ഹരിക്കുകയാണ്. 999 ഡിവൈഡഡ് ബൈ 7. 9ൽ എത്ര 7 ഉണ്ട്? 1. 1 ഗുണിക്കണം 7, 7. 9ൽ നിന്നും 7 പോയാൽ എത്രയാണ്? 2. 9 ഇറക്കി എഴുതി. അപ്പൊ 29ൽ എത്ര 7 ഉണ്ട്? 4. 4 ഗുണിക്കണം 7, 28. 29ൽ നിന്നും 28 പോയാൽ ബാക്കി 1. ഇനി 9 ഇറക്കി എഴുതുന്നു. 19ൽ എത്ര 7 ഉണ്ട്? 2. 2 ഗുണിക്കണം 7, 14. 19ൽ നിന്നും 14 പോയാൽ എത്രയാണ് ബാലൻസ് വരുന്നത്? 5. ഓക്കെ, അതായത് 999നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയാണ്? 5 ആണ്. നമ്മളിവിടെ 5 എന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ തൊട്ട് പിന്നിലുള്ള നമ്പറിനെ 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ എത്രയായിരിക്കും? 5ന്റെ തൊട്ട് പിന്നിലുള്ള നമ്പർ 4. ഇനി അതിന്റെ തൊട്ട് പിന്നിലുള്ള നമ്പർ 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് കിട്ടുന്ന റിമൈൻഡർ 3. അതിന്റെ തൊട്ട് പിന്നിലുള്ള നമ്പറിനെ 7 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം 2. അതിന്റെ തൊട്ട് പിന്നിലുള്ള നമ്പറിനെ ആണെങ്കിലോ 1. പിന്നീട് എന്താ വരിക? 0, കാരണം 1 കഴിഞ്ഞാൽ പിന്നിലേക്ക് 0. ഓക്കെ, പിന്നെ അതിന്റെ പിന്നിലാണെങ്കിലോ വീണ്ടും നമ്മൾ 0ത്തിന്റെ പിന്നിലായിട്ട് 6 ആണ് വരുന്നത്. ഓക്കെ, 6 ഇങ്ങനെ ബാക്കിലോട്ട് പോകും. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 7ന്റെ മൾട്ടിപ്പിൾ ആയ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതാ? 994. കാരണം 994നെ 7 കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് റിമൈൻഡർ അഥവാ ശിഷ്ടം 0 കിട്ടുന്നത്. സോ നമ്മൾ എക്സെട്ര എന്ന് എഴുതി 994. അപ്പൊ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട സീക്വൻസ്. എന്താണ് ഈ സീക്വൻസിന്റെ പ്രത്യേകത? 7ന്റെ മൾട്ടിപ്പിൾ ആയ 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്, അഥവാ 7ന്റെ ഗുണിതങ്ങളായ 3 അക്ക സംഖ്യകളുടെ ശ്രേണിയാണ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചോദ്യത്തിന് ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം എന്താ? ഫൈൻഡ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. അതായത് ഈ ശ്രേണിയിലെ ആദ്യ പദവും അവസാന പദവും കണ്ടുപിടിക്കുക. ആദ്യ പദം ഏതാ? ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. ഫസ്റ്റ് ടേമിനെ നമുക്ക് സ്മോൾ ലെറ്റർ എഫ് കൊണ്ടാണ് സൂചിപ്പിക്കുക. ഫസ്റ്റ് ടേം 105. ഇനി രണ്ടാമത്തെ ചോദ്യം ലാസ്റ്റ് ടേം, അവസാന പദം. ഓക്കെ, ലാസ്റ്റ് ടേം അഥവാ അവസാന പദത്തെ സ്മോൾ ലെറ്റർ എൽ കൊണ്ടാണ് സൂചിപ്പിക്കുക. അവസാന പദം ഏതാ? 994. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഹൗ മെനി ടേംസ് ആർ ദർ ഇൻ ദി സീക്വൻസ്. അതായത് ഈ ഒരു സീക്വൻസിൽ എത്ര നമ്പർ ഓഫ് ടേംസ് അഥവാ എത്ര പദങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതിനൊരു ഇക്വേഷൻ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ പഠിക്കുന്നുണ്ട്. എന്താണ് ഇക്വേഷൻ? n ഈക്വൽ ടു അഥവാ നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം എന്നത് l മൈനസ് എഫ് ബൈ ഡി പ്ലസ് 1 ആണ്. അതായത് എൽ എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം അഥവാ അവസാന പദം, എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആദ്യ പദം, ഡി എന്ന് പറയുന്നത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ടേം നമുക്കറിയാം 994 ആണ്. ഫസ്റ്റ് ടേമും നമുക്കറിയാം 105 ആണ്. നമുക്കറിയാത്തത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കാണുക? സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ചാൽ മതി, അഥവാ രണ്ടാം പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ചാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. അതായത് 112 ആണ് രണ്ടാം പദം, 112ൽ നിന്നും 105 കുറച്ചാൽ എത്രയാ? 7. അതായത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 7 ആണ്. ഇനി നമുക്ക് നേരിട്ട് ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ടേം 994 മൈനസ് ഫസ്റ്റ് ടേം 105
ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്രയാ, പൊതുവ്യത്യാസം 7 പ്ലസ് 1. ഇനി 994 നിന്ന് 105 പോയാൽ എത്രയാണ്, 889 ഹരിക്കണം 7 പ്ലസ് 1. 889 ഹരിക്കണം 7, 889 7 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 127 പ്ലസ് 1 എത്രയാ, 128. ഓക്കെ, ഇതിന്റെ ഇടയിൽ വരുന്ന ഗുണനവും ഹരണവും ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ അടുത്ത ചോദ്യം മുതൽ നമ്മൾ അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ചോദ്യം. ഇപ്പൊ നമ്പർ ഓഫ് ടേംസ് നമുക്ക് കിട്ടി. ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ 105 മുതൽ 994 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്, 128 നമ്പേഴ്സ് അഥവാ ടേംസ് ആണ് ഉള്ളത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം എന്താണ്, ഫൈൻഡ് ദ സം ഓഫ് ഓൾ ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ ഒരു ശ്രേണിയിലെ എല്ലാ പദങ്ങളുടെയും തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സമ്മ് കാണാൻ നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. അതായത് ഒരു സീക്വൻസ്, ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും അവസാന പദവും, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നു കഴിഞ്ഞാൽ ആ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ സമ്മ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് സം ഈക്വൽ ടു n/2 ഇൻറ്റു L പ്ലസ് എഫ്. ഇതിൽ n എന്ന് പറയുന്നത് ആ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ എത്ര നമ്പർ ഓഫ് ടേംസ്, ടോട്ടൽ നമ്പർ ഓഫ് ടേംസിനെയാണ് നമ്മൾ n എന്ന് പറയുന്നത്. L എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം അഥവാ അവസാന പദത്തെയും എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദത്തെയുമാണ്. ഓക്കെ, n നമ്മൾ ഇവിടെ എല്ലാം എന്നും എല്ലും എഫും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. n എത്രയാണ്, 128 ആണ്. 128/2 ഇൻറ്റു ലാസ്റ്റ് ടേം എത്രയാ, 994. ഫസ്റ്റ് ടേം എത്രയാണ്, 105. 128ന്റെ പകുതി എത്രയാണ്, 64 ആണ്. ഇൻറ്റു 994 105 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്, 1099. സോ 1099 ഗുണിക്കണം 64. ആദ്യം തന്നെ 4 ഗുണിക്കണം 9 എത്രയാ, 36. 3 ഇവിടെ എഴുതി, 6 ഇവിടെ എഴുതി. വീണ്ടും 4 ഗുണിക്കണം 9, 36 അല്ലേ, 36 കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 39. 3 ഇവിടെ എഴുതി, 9 ഇവിടെ എഴുതി. 4 ഗുണിക്കണം 0 എന്താണ്, 0 തന്നെ. 0 കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 3. 4 ഗുണിക്കണം 1 4. ഇനി അടുത്ത സ്റ്റെപ്പ് 6 ഗുണിക്കണം 9 എത്രയാണ്, 54 ആണ്. 5 ഇവിടെ എഴുതി, 4 ഇവിടെ എഴുതി. വീണ്ടും 6 ഗുണിക്കണം 9, 54 അല്ലേ, 54 കൂടെ 5 കൂട്ടിക്കഴിഞ്ഞാൽ 59. 5 ഇവിടെ എഴുതി, 9 ഇവിടെ എഴുതി. 6 ഗുണിക്കണം 0 0, 0 കൂടെ 5 കൂട്ടിക്കഴിഞ്ഞാൽ 5. 6 ഗുണിക്കണം 1 6 തന്നെ. ഇനി ഇത് നമുക്ക് കൂട്ടണം. 6 ഇറക്കി എഴുതുന്നു. 9ഉം 4ഉം എത്രയാണ്, 13. 3 ഇവിടെ എഴുതി, 1 ഇവിടെ എഴുതി. ഇനി 1ഉം 3ഉം 4, 4ഉം 9ഉം എത്രയാണ്, വീണ്ടും 13. 3 ഇവിടെ എഴുതി, 1 ഇവിടെ എഴുതി. 4 1 എത്രയാ, 5. 5ഉം 5ഉം 10. 1 ഇവിടെ എഴുതി, 0 ഇവിടെ എഴുതി. 6ഉം 1ഉം എത്രയാ, 7. സോ നമുക്ക് എന്ത് കിട്ടി, 1099 ഗുണിക്കണം 64 70,336. സോ അതാണ് 105 മുതൽ 994 വരെയുള്ള ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ടോട്ടൽ സമ്മ് എന്ന് പറയുന്നത് 70,336 ആണ്. ക്ലിയർ ആയില്ലേ? ഈ ഒരു ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം ഓണം എക്സാമിന് 5 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ വർഷവും ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടിയാണ്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യവുമായി കാണാം. താങ്ക്